ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ ഒന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഏട്ടനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചായയെല്ലാം ആറ്റി ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് പോയിരുന്നിട്ട് ഒരു 2 മിനിറ്റ് ഇരുന്ന് ചായ കുടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചായ കുടിക്കുമ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഏട്ടൻ ബിസ്ക്കറ്റ് എടുത്തിട്ട് പോയതാണ്. ഞാൻ ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ബിസ്ക്കറ്റ് കഴിച്ചു കേട്ടോ. അധികമൊന്നും കഴിക്കാറില്ല, അതുപോലെ എപ്പോഴും ഒന്നും കഴിക്കാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ അതുപോലെ ഓരോ ബിസ്ക്കറ്റ് കഴിക്കും. അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ചായ എല്ലാം കുടിച്ച് ഒരു മിനിറ്റൊക്കെ അവിടെ ഇരുന്ന് ഇത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഒരുപാട് നേരമൊന്നും ഇരിക്കാൻ സമയമില്ല കേട്ടോ. ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണികളും ആകെ അവതളത്തിലായി പോകും. അതുകൊണ്ട് കുറച്ച് നേരം ആ ബിസ്ക്കറ്റും ചായയും കുടിക്കുന്ന നേരം കേട്ടോ. അപ്പോൾ ആ നേരം തന്നെ ഇരിക്കാറുള്ളൂ. അങ്ങനെ അതെല്ലാം കുടിച്ച് അതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അടുക്കളയ്ക്ക് വന്നിട്ട് നമ്മളിന്ന് കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത് കാവത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ തന്നയച്ചിട്ടുള്ള കാവത്താണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഒളി കൊണ്ടുപോയിട്ട് നന്നായി തന്നെ എൻ്റെ തോലെല്ലാം ചെത്തി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നത് പിന്നെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് വലിയ കഷ്ണം വേണ്ട, എന്നാലും ഒരു മീഡിയത്തിൽ വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കുക്കർ എടുത്തിട്ട് ഞാൻ നല്ല കുറച്ച് പരിപ്പുകളല്ല പയറുകൾ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതോടൊപ്പം ഇതും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെള്ളത്തിലിട്ട കാരണം പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ. അപ്പോൾ ഞാനത് നന്നായി തന്നെ കഴുകി വെള്ളത്തിലിട്ടതായിരുന്നു. എന്നാലും ഒന്നുകൂടെ നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇട്ടിട്ടുള്ള പയർ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പയറും അതുപോലെ കൊള്ളുമാണ് കേട്ടോ. കൊള്ള പറയുമ്പോൾ മുതിര, അത് രണ്ടുമാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ടത്. ചെറുപയറുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ കയ്യിൽ ചെറുപയർ ഇല്ലാത്ത കാരണം ഞാനത് ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പയറെല്ലാം ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മുടെ കാവത്തെല്ലാം ചേർത്ത് കൊടുത്ത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം അധികം ഒഴിക്കണ്ട, എന്നാലും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. 2 വിസിൽ അടിച്ചാൽ തന്നെ നമ്മുടെ മുതിരയൊക്കെ നന്നായി വെന്ത് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഞാനൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് കുഴയൊന്നുമില്ല കേട്ടോ നമ്മുടെ കാവത്ത്. അപ്പോൾ 2 വിസിൽ അടിക്കുമ്പോഴാണ് നമ്മുടെ മുതിരയും അതുപോലെ കൊള്ളല്ല വെള്ളപ്പയറൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. ഞാനവിടെ വേവാൻ വെച്ചതിന് ശേഷം പിന്നെ വേഗം വന്നിട്ട് നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വലിയ ഉള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട്. ഉള്ളി നേരാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പാല് തിളച്ച് പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോഴേക്കൊണ്ട് പാലങ്ങനെ തിളച്ച് പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം ഓഫ് ചെയ്ത് പിന്നെ പാലെല്ലാം കളഞ്ഞ് പിന്നെ നമ്മുടെ കറണ്ട് അടുപ്പെല്ലാം ഒന്ന് തുടച്ച് അതിന് ശേഷം പിന്നെ ഞാൻ ആദ്യമേ പാൽപാത്രം വെച്ചു കേട്ടോ. നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പാല് പോയിട്ട് പിന്നെ ഞാൻ അതിനെ വീണ്ടും ഓഫ് ചെയ്ത് ഒന്ന് തുടച്ചെടുത്ത് എന്നിട്ടാണ് കേട്ടോ നമ്മൾ പാലാദ്യം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഒരേ സൗണ്ട് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ ആദ്യം പാല് നമ്മൾ കാച്ചാൻ വെച്ചത് കേട്ടോ. പാല് നല്ല തിളപ്പിച്ചെടുത്ത് എന്താ പറയുക നമ്മുടെ തൈര് നല്ല കട്ടയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചായ വെക്കുമ്പോഴും ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം തിളച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കൂട്ടാനുള്ള അരപ്പൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ജീരകം, അതുപോലെ ഒരു 1/4 സ്പൂണ് കുരുമുളക് കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അന്നേരം നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി തന്നെ എന്നിട്ട് അരച്ചുകൊണ്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന് വേണ്ടിയിട്ട് തേങ്ങയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് വന്നിട്ട് നമ്മൾ വേഗം തന്നെ മിറ്റമൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇന്ന് പാഞ്ചു നേരത്തെ വന്നിട്ട് പോയി കേട്ടോ. അതാണ് നമ്മുടെ പാഞ്ചുവിനെ കാണാത്ത. അപ്പോൾ ഞാൻ അതിന് ശേഷം വേഗം തന്നെ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും പേപ്പർ വന്നപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ അക്ഷയുടെ ഒന്ന് എടുത്ത് കൊടുത്താണ് കേട്ടോ. അങ്ങനെ മിറ്റമൊക്കെ വേഗം തന്നെ അടിച്ചിട്ട് വന്നു. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അക്ഷയ തുണിയെല്ലാം തിരുമ്പിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളതൊന്ന് തോരിയിടുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മിറ്റം ഒടിക്കലും അതുപോലെ തുണി തോരിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വേഗം വന്നതിന് ശേഷം പിന്നെ നമ്മൾ പാല് തിളച്ച് വറ്റി പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ വന്നിട്ട് ഇതൊന്ന് മാറ്റി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് എന്താ പറയുക തിളച്ച് വറ്റണ്ട, എന്നാലും കുറച്ചൊക്കെ വറ്റി അതിൻ്റെ പച്ചവെള്ളമൊക്കെ മാറി നന്നായി വരണം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ ആവിയും വിസിലെല്ലാം പോയി
റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാവത്തും അതുപോലെ മുതിരയൊക്കെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാവത്തൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ വേവിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ വേവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാവത്തിൽ എത്ര വെള്ളം ഒഴിച്ചാലും അത് കിണക്കനെ തന്നെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ശരിക്കും ചോറ്റിലൊഴിച്ച് കഴിക്കേണ്ട പാകത്തിനാണെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഞാൻ കുറച്ച് കട്ടിക്കാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന വെള്ളം കുറച്ച് ഇരിക്കുമ്പോൾ കട്ടിയാകും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് എന്താ പറഞ്ഞാൽ നമ്മുടെ കാവത്ത് കൊണ്ടുള്ള എലിശ്ശേരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നന്നായി തന്നെ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതുപോലെ 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ വതക്കിയെടുക്കുന്നുണ്ട്. നന്നായി തന്നെ മൊരിഞ്ഞ തേങ്ങ നമ്മുടെ കൂട്ടാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി മൊരിഞ്ഞിട്ട് നമ്മൾ സാധാരണ എലിശ്ശേരിക്കൊക്കെ നമ്മുടെ തേങ്ങ നന്നായി വറുത്തെടുക്കൽ ഇന്ന പോലെ തന്നെ വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാവത്ത് കൊണ്ടുള്ള എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ചെറുപയറൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ നമ്മുടെ ചെറുപയർ ഇല്ലാത്ത കാരണം നമ്മൾ ചെറുപയർ ചേർക്കാണ്ട് ബാക്കിയുള്ള 2 പരിപ്പ് മാത്രം ചേർത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൂട്ടാൻ. അപ്പോൾ ഞാനതങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി കട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പച്ചമുളക് ചേർത്തപ്പോൾ വലിയ ടേസ്റ്റ് തോന്നിയില്ല. നമ്മൾ സാധാരണ മുളക് പൊടി ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിലാക്കി കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം എടുത്തൊന്ന് വെളിയിൽ കൊണ്ട് വെച്ചതിന് ശേഷം വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ നേരത്തെയാണ് കേട്ടോ നമ്മുടെ പാത്രം കഴുകാൻ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടായിരിക്കില്ല വരിക. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ കുറച്ച് സമയമുണ്ട്. അക്ഷയയ്ക്ക് പോകാൻ സമയമാകുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആ നേരം കൂടി ഞാൻ പാത്രം കഴുകിയെടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ, ചീനിച്ചട്ടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വേഗം തന്നെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ കുറേ ആയില്ലേ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ എലിശ്ശേരി ചപ്പാത്തിയല്ല ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ എലിശ്ശേരി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, അത് തന്നെ മതിയാകും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ദോശയൊക്കെ വേഗം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നമ്മുടെ അക്ഷയ കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് വേണ്ട കറിയും എല്ലാം എടുത്തിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരേ മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മതിയെന്ന് പറഞ്ഞതാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ അശ്വിൻ വന്നു. അശ്വിനും കഴിക്കാൻ പോയി കേട്ടോ. പിന്നെ ഞാൻ ചോറെല്ലാം കൊണ്ട് വെച്ചതിന് ശേഷം പിന്നെ എല്ലാവർക്കുമുള്ള ചോറെല്ലാം ആക്കി ടിഫിൻ ബോക്സൊക്കെ ഒന്ന് അടച്ച് റെഡിയാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ചോറാക്കി കൊടുത്തു. ഏട്ടന് ചോറാക്കി പക്ഷേ മൂപ്പര് കൊണ്ടുപോയില്ല കേട്ടോ. ചോറൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് ചോറാക്കിയത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പോകാൻ നേരമായപ്പോഴാണ് ഫോൺ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചോറ് കൊണ്ടുപോകുന്നില്ല പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനതിനെ വേറെ പാത്രത്തിലൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ അക്ഷയ പോകാൻ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പാഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും പാലൊക്കെ കുടിച്ചിട്ട് പോയതായിരുന്നു ആൾ. പിന്നെ അക്ഷയ പോണ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അക്ഷയ അവളെയൊക്കെ ഒന്ന് കൊഞ്ചിച്ചതിന് ശേഷം എല്ലാവർക്കും ടാറ്റയൊക്കെ തന്നിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അക്ഷയ പോയി. അതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിനൊക്കെ റെഡിയായി, അവനും പോകാൻ റെഡിയായി കേട്ടോ. വാച്ചൊക്കെ ഒരു കേട് വരുത്താണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പോകാൻ നേരത്താണ് ബോൾ കണ്ടത്.
അപ്പോൾ അതൊന്ന് തട്ടി കൊടുത്താണ് കേട്ടോ. അതും തട്ടിയിട്ട് അങ്ങനെ ഓടി സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ. അവൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പാഞ്ചു മതിലിൻ്റെ മേലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തതാണ്. അവളിങ്ങനെ ഇടയ്ക്കൊക്കെ അതിങ്ങനെ മതിലിൻ്റെ മേലെ മിണ്ടാണ്ട് കിടക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ടാറ്റയൊക്കെ തന്ന അശ്വിനും പോയി. അതിന് ശേഷം വന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമുക്കും കഴിക്കാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വേറെ കറികളൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക കാവത്ത് കൊണ്ടുള്ള എരിശ്ശേരിയും ചമ്മന്തിയൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ചമ്മന്തിയിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നതിനെക്കാട്ടിലും മുളക് പൊടി ചേർക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. തക്കാളി ചേർക്കുമ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ തനിച്ചരയ്ക്കുക, അതിനൊരു ടേസ്റ്റ് വേറെയാണ്. പക്ഷേ നമ്മൾ തക്കാളി ഉള്ളിയും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ മുളക് പൊടിയാണ് കേട്ടോ എനിക്ക് ടേസ്റ്റായി തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കഴിച്ചു. അതിന് ശേഷം വേണം ഏട്ടന് ഇനി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഏട്ടനൊക്കെ പോയി കേട്ടോ. അതിന് ശേഷം ഞാൻ വന്നിട്ട് പിന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. 2 ദിവസമായിട്ടോ നമ്മളൊന്ന് കഴുകിയിട്ട്. അപ്പോൾ വേഗം തന്നെ സോപ്പെല്ലാം തേച്ച് ഒന്ന് കഴുകി കുട്ടപ്പിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട്. ഏകദേശം കുറച്ച് സമയമായി കേട്ടോ അപ്പോഴേക്കും തന്നെ. അപ്പോൾ പിന്നെ വേഗം തന്നെ നമ്മളെല്ലാം ഒന്ന് തുടച്ചെടുത്തു. അപ്പോഴേക്കും തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഞാനതെല്ലാം കഴുകിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ വാഷ് ബേസിൻ കഴുകലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞത് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മളൊരു ചൂല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചൂല് കാണിച്ചു തരാൻ വേണ്ടി കാണിക്കണം. എന്താ പറഞ്ഞാൽ നമ്മൾ ഇത്ര നാളും അടിച്ച ചൂല് ബ്രഷ് പോലെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതുവരെ ആരും ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമുക്കിതുപോലെ കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ നമ്മുടെ ഈ ചൂലിനെ പറ്റി ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. അത് നന്നായി എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അവരിനി ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ചൂല് വാങ്ങാൻ വേണ്ടിയിട്ട് വേഗം തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും വിചാരിക്കും ചൂലല്ല എന്തൊരു സാധനം ഏകദേശം കേട് വന്നു എന്ന് തോന്നുമ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കും. പക്ഷേ അതെപ്പോഴും നടക്കാറില്ല കേട്ടോ. അത് എൻ്റെ കാര്യത്തിൽ മാത്രമാണോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ അതെനിക്കറിയില്ല കേട്ടോ. എപ്പോഴും അങ്ങനെ വിചാരിക്കാറുണ്ട്. ഈ ചൂല് അതുപോലെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ അതൊക്കെ കേട് വരുന്നതിന് മുമ്പ് ഏകദേശം കേട് വന്നു എന്ന് തോന്നുമ്പോഴേക്കും വാങ്ങണമെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും നടക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ചൂലൊക്കെ വാങ്ങി അതിലാണ് കേട്ടോ ഇന്നിപ്പോൾ കോലായൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഇന്ന് തുടയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. കോലായി അടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അധികം വെയിറ്റൊന്നും ഇല്ലാത്ത ചൂല് തന്നെയാണ്. അങ്ങനെ നമ്മൾ കോലായെല്ലാം അടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 9 നാരങ്ങ ഉണ്ടായിരുന്നു. അത് കഴുകി വെച്ചതായിരുന്നു. ഒന്ന് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ 2 ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ഒരു പാളി വലിപ്പത്തിനനുസരിച്ചിട്ട് 2ഓ 3ഓ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ 9 നാരങ്ങയും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് ഒരു ചില്ല് കുപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുപ്പിയിൽ വേണം കേട്ടോ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ട് ആദ്യം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നാരങ്ങ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് മേലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ നാരങ്ങ എത്ര എടുക്കണോ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ മേലെ കുറേശ്ശെ ഉപ്പേ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. ഒരുപാടില്ല. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10ഓ 15 ദിവസമോ അങ്ങനെ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് അച്ചാറുണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ നാരങ്ങയ്ക്ക് നല്ല മയവും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അച്ചാറിനുള്ള നാരങ്ങ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടേക്കൊന്ന് പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ഒന്ന് വെളിയിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.